പീരിമേട് താലൂക്കിലെ അപകടാവസ്ഥയിലായ തോട്ടം ലേയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് പീരിമേട് തോട്ടം തൊഴിലാളി യൂണിയൻ ആവശ്യപ്പെട്ടു. വണ്ടിപ്പെരിയാർ പോപ്സ് എസ്റ്റേറ്റിലെ മഞ്ചുമല ലോവർ ഡിവിഷനിൽ എസ്റ്റേറ്റ് ലയം 2 ദിവസം മുമ്പ് ഇടിഞ്ഞു വീണ കുട്ടിക്കും ഇന്നു രാവിലെ തേങ്ങാക്കലിൽ എസ്റ്റേറ്റ് ലയത്തിന്റെ ശുചിമുറി ഇടിഞ്ഞു വീണ് തൊഴിലാളികൾക്കും പരിക്കേറ്റിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണപക്ഷ തൊഴിലാളി യൂണിയൻ രംഗത്ത് വന്നത്. സമീപ നാളുകളിൽ ഇത്തരത്തിൽ ലയങ്ങൾ തകർന്നും മറ്റും നിരവധി അപകടങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട്. പീരുമേട്ടിലെ തോട്ടങ്ങളിൽ തൊഴിലാളികളുടെ താമസവും ജീവിതവും സുരക്ഷിതമല്ലാത്ത തരത്തിൽ ലയങ്ങൾ അപകടാവസ്ഥയിലായി മാറിയിരിക്കുകയാണ്. ലയങ്ങളുടെ അപകടാവസ്ഥ സംബന്ധിച്ച വിഷയങ്ങൾ യൂണിയൻ മുൻപും പലതവണ മാനേജ്മെന്റുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ വാസ്തവികമല്ലാത്ത ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ബന്ധപ്പെട്ട മാനേജ്മെന്റുകൾ അടിയന്തരമായി പൂർത്തീകരിക്കണം. പുനർനിർമ്മിക്കുകയോ അടിയന്തരമായി മെയിൻ്റനൻസ് നടത്തുകയോ ചെയ്യണം. വാസയോഗ്യമല്ലാത്ത ലയങ്ങളിൽ നിന്ന് ഉടമയുടെ ഉത്തരവാദിത്വത്തിൽ തൊഴിലാളികൾക്ക് മറ്റു സ്ഥലങ്ങളിൽ താമസ സൗകര്യം ഒരുക്കണം. കാലവർഷം ശക്തിപ്പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ തുടർന്നും അപകടം ഉണ്ടാകുമെന്ന ആശങ്ക വ്യാപകമാണ്. ഈ സാഹചര്യത്തിൽ ഉചിതമായ നടപടികൾ മാനേജ്മെന്റ് സ്വീകരിച്ചില്ലെങ്കിൽ വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിന് പീരുമേട് തോട്ടം തൊഴിലാളി യൂണിയൻ സന്നദ്ധമാകുമെന്ന് യൂണിയൻ പ്രസിഡന്റ് ആർ തിലകൻ പറഞ്ഞു. തോട്ടങ്ങളിലെ ലയങ്ങൾ ഒരുപാട് കാലപ്പഴക്കം ചെന്നതാണ്. ആ കാലപ്പഴക്കം ചെന്ന ലയങ്ങൾ നന്നാക്കുക എന്ന ഉത്തരവാദിത്വം, തൊഴിലാളികളുടെ താമസ സൗകര്യം മെച്ചപ്പെടുത്തി അവരെ സുരക്ഷിതരാക്കുക എന്ന ഉത്തരവാദിത്വം തോട്ടം ഉടമകൾക്കുള്ളതാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ തോട്ടം മാനേജ്മെന്റുകൾ ഗുരുതരമായ കൃത്യവിലോപം കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ രൂപപ്പെട്ടു വരുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ് പീരുമേട്.